Hi guys, welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ 4 ബാൽക്കണീസ് ആണ് ഉള്ളത്. അപ്പോൾ അവിടെ ഞാൻ കുറേശ്ശെ ഗാർഡൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. ഞാൻ ഇതിന് മുന്നേ ഒരു പ്ലാൻ ടൂർ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ ബെഡ്റൂംസിലെ പ്ലാൻസ് ഒന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോവുകയാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യുന്നില്ല, കാരണം നമ്മുടെ ഇപ്പോഴത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബാൽക്കണിയിലെ പ്ലാൻസ് ആണല്ലോ. അപ്പോൾ ബാൽക്കണിയിലെ പ്ലാൻസ് മാത്രം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഹോം ടൂർ ഒന്നും ചെയ്യാത്തത് കൊണ്ട് മാത്രം ഞാൻ കുറച്ച് റൂംസൊക്കെ കാണുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞങ്ങളുടെ എല്ലാ റൂമിലും ഉള്ള ഒരു മെയിൻ സ്പെഷ്യാലിറ്റിയാണ്. ഇതുപോലെ വലിയൊരു ഫ്രഞ്ച് ഡോറ് ഫുൾ ഗ്ലാസ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ വെളിച്ചമൊക്കെ നമുക്ക് വീട്ടിനുള്ളിലേക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബാൽക്കണി, ഒരു ചെറിയ ബാൽക്കണിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ വെച്ചിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള പ്ലാന്റ്സ് മാത്രമാണ്. അപ്പോൾ നമുക്കിവിടെ ഇറങ്ങി ഒന്ന് നിൽക്കാനൊക്കെ ഒരു സ്പേസിന് വേണ്ടിയിട്ട് കുറച്ച് പ്ലാന്റ്സേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് ഹാങ്ങിങ് ആയിട്ട് ഈ വെച്ചേക്കുന്നത് നമ്മുടെ എപ്പീസിയ പ്ലാന്റ് ആണ്. ഫുൾ ഫ്ലവേഴ്സാണ്, എപ്പോൾ നോക്കിയാലും ഫ്ലവേഴ്സാണ്. അപ്പോൾ അതിങ്ങനെ തിക്കായിട്ട് വളർന്ന് വെച്ചിട്ടുണ്ട്. അത് ഒരു ഹാങ്ങിങ് ഒരു ബാസ്ക്കറ്റ് ടൈപ്പ് പ്ലാന്ററിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈഡിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇവിടെ വെക്കാൻ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു മണിമുല്ല എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതും ത്രൂ ഔട്ട് എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും സീസണൽ അല്ലാതെ എപ്പോഴും പൂവുണ്ടാവുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൽ കാണുന്നത് ഇതുപോലത്തെ വെള്ളപ്പൂവാണ്. അതൊരു ബഞ്ചായിട്ടാണ് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ എപ്പോഴും എന്ന് വെച്ചാൽ ഞാൻ വാങ്ങി അന്ന് മുതൽ ഇന്ന് വരെയും ഇതിലെപ്പോഴും ഇതിലിങ്ങനെ ഓരോ ബ്രാഞ്ചസിലായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു നല്ലൊരു മണവും ഉണ്ട്. ഒരു സന്ധ്യ സമയമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് റൂമിലിരിക്കുമ്പോൾ തന്നെ ഈ ഒരു പൂവിൻ്റെ മണം കിട്ടും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് കുറേ വർഷം പഴക്കമുള്ളത്, അതായത് ഒരു 10-25 വർഷം പഴക്കമുള്ള ഒരു അഡീനിയമാണ്. ഇതെൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ അവിടെ ഇരുന്നത് അങ്ങനെ എടുത്തുകൊണ്ട് വെച്ചിട്ടുള്ളതാണ്. ഇതിൽ എപ്പോഴും പൂവ് ഉണ്ടാവാറുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ പിങ്കും വൈറ്റും ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലാന്റായിട്ട് ഞാനിവിടെ കൊണ്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആകെ ഞാൻ ഇത്ര പ്ലാന്റ്സ് മാത്രമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇനി നെക്സ്റ്റ് എന്ന് വരുന്നത് നമ്മുടെ മെയിൻ ബാൽക്കണിയാണ്. മെയിൻ ബാൽക്കണി എന്ന് പറയുമ്പോൾ ഡൈനിങ് ഏരിയയുടെ പുറത്ത് വരുന്ന ബാൽക്കണി. അപ്പോൾ ഇവിടെയുള്ള വീഡിയോസ് നിങ്ങൾ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ എപ്പോഴും ഈ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന പ്ലാന്റ്സ് മാറ്റി വെക്കലുണ്ട്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് ഈ ഒരു സിങ്കോണിയത്തിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ്. അപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു പ്ലാന്ററിൽ ലെക്ക ബോൾസിലാണ് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഗ്ലാസ്സിലൂടെ ഈ പ്ലാന്റ്സ് സെറ്റ് ചെയ്തേക്കുന്നത് കാണാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു വിൻഡോ എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. അത് ഫുൾ ഗ്ലാസ് ആണെന്നേ ഉള്ളൂ, നമുക്കത് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. ഇങ്ങനൊരു സ്പേസ് മാത്രമാണ് ഉള്ളത്. പിന്നെ നെക്സ്റ്റ് ഈ ഒരു സൈഡിലുള്ളതാണ് ഗ്ലാസ്സാണ്, നമുക്ക് ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടെ എപ്പോഴും നല്ല കാറ്റാണ് കേട്ടോ. നമ്മുടെ ഈ നേരത്തെ കാണിച്ച മാസ്റ്ററിൻ്റെ ബാൽക്കണിയിലും ഈ ബാൽക്കണിയിലും എപ്പോഴും നല്ല കാറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ നിന്നിട്ടുള്ള വ്യൂ. അപ്പോൾ എൻ്റെ ഒരുപാട് വ്ളോഗ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എൻ്റെ ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് മിക്കവാറും ഈ ഒരു ബാൽക്കണി വ്യൂവോടുകൂടിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇതുപോലുള്ള ഒരു കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്, ഒരു ലോണിൻ്റെ ഒരു ഫീൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബാക്കി ബാൽക്കണീസിലുള്ള ടൈൽസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് മെയിൻ്റനൻസ് ബുദ്ധിമുട്ടാണെങ്കിലും ഈ കാണുന്ന ആ ഒരു ഗ്രീനറി എഫക്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര രസമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറേ ഇല്ല. പിന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് ഈ ഫ്ലവേഴ്സിൻ്റെ എനിക്ക് ഫ്ലവറിങ് പ്ലാന്റ്സിനോടൊരു ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ഡയാന്തസൊക്കെ മേടിച്ചിട്ടുണ്ട്, 2 എണ്ണം. അല്ലെങ്കിൽ നോർമലി ഞാനിങ്ങനെ ഒരു ഷോർട്ട് ടേം പ്ലാന്റ്സ് അങ്ങനെ ഞാൻ പ്രിഫർ ചെയ്യാറില്ല. പിന്നെ ഇത് പണ്ട് മുതലേ എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് മെലസ്റ്റോമ. ഇത് എപ്പോഴും ഫ്ലവർ ഉണ്ടാവുന്നതാണ്. ഇത് പർപ്പിൾ കളർ ഫ്ലവറുള്ള പ്ലാന്റാണ്. ഇപ്പോൾ ഉള്ള ഫ്ലവർ കുറച്ച് കേട് വന്നു പോയി. മാത്രമല്ല ഇപ്പോൾ ബാൽക്കണിയിൽ ഭയങ്കര വെയിലടിച്ചിട്ട് ഞാനിത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 2 വീക്സിന് മുന്നെയാണ്. അപ്പോൾ കുറേ പ്ലാന്റ്സിനൊക്കെ കുറച്ച് സൺബേണും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഈ മെലസ്റ്റോമയിലൊക്കെ എപ്പോഴും ഫ്ലവറുള്ള പ്ലാന്റ് ആയിരുന്നു ഇത്.
ഇനി നെക്സ്റ്റ് ഇതൊരു റോസയുടെ ഒരു എന്താ പറയുക മിനിയേച്ചർ ടൈപ്പ് ബഞ്ച് റോസിൻ്റെ പ്ലാന്റാണ്. ഇത് എൻ്റെ ഉമ്മ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതും ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഒരു പ്രാവശ്യം ആ കൊണ്ടുവന്ന സമയത്തെ ഫ്ലവേഴ്സ് പോകുമ്പോൾ പിന്നെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇതുവരെയും അത് അങ്ങനെ തന്നെയാണ്. ആ ഫ്ലവേഴ്സ് പോകും അപ്പോഴത്തേനും തന്നെ പുതിയ പുതിയ ബഡ്സ് വന്നിട്ടാണുള്ളത്. പിന്നെ ഇതൊരു പെപ്പറോമിയ പ്ലാന്റാണ്. ഇനി നെക്സ്റ്റ് ഇത് നമ്മുടെ ഒരു ഈർക്കിൽ മുല്ല എന്നൊക്കെ പറയുന്ന ജാസ്മിൻ ഫാമിലിയിലുള്ള ഒരു പ്ലാന്റാണ്. ഇതും ഇങ്ങനെ ഫുൾ ടൈം ഫ്ലവേഴ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് മേടിച്ച വ്ളോഗ് ഞാൻ ഈ നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള മണിമുല്ല പിന്നെ ഈ ഒരു ഈർക്കിൽ മുല്ല ഇതൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു വ്ളോഗ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നഴ്സറി പോയി മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള വളരെ ഫ്യൂ പ്ലാന്റ്സിലുള്ളതാണിത്. അപ്പോൾ എപ്പോഴും ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവും. അതുമാത്രമല്ല ഇത് നല്ല മണമുള്ള പൂക്കളുമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലാന്റാണിത്. ഇനി ഇതും ഒരു മെലസ്റ്റോമയാണ്. ഇത് വൈറ്റ് കളറാണ്. കുറച്ചുകൂടി നല്ല ബിഗ് സൈസ് ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാവുന്നത്. നേരത്തെ കാണിച്ചത് നോർമൽ സൈസുള്ള മെലസ്റ്റോമ, ഇത് കുറച്ചുകൂടി വലിയ സൈസ്. അപ്പോൾ ഇത് ഞാൻ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഫ്ലവർ വിരിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ക്ലിപ്പ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് കാണാൻ നിറയെ ഇനിയും മൊട്ടുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്ലാന്റ് ചെറുതാണെങ്കിലും നല്ല ഫ്ലവറാണ്, വലിയ ഫ്ലവർ. പിന്നെ ഇതൊരു നമ്മുടെ സിങ്കോണിയത്തിൻ്റെ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇത് ഞാനിവിടെ ജസ്റ്റ് ഇൻഡോർ വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് മേളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ജസ്റ്റ് ഇവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ഇവിടെ ഇപ്പം വെയിൽ ഭയങ്കരമായിട്ട് അടിക്കുന്നത് കൊണ്ട് അത് കുറച്ച് ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇത് അതിൻ്റെ തന്നെ ഒരു ചെറിയൊരു തൈയാണ്. പിന്നെ അതിൻ്റെ കൂടെ മറ്റേ ഒരു മൂൺലൈറ്റ് സിങ്കോണിയം അതും വലുതായി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാൽക്കണിയിലെ അതർ സൈഡിലുള്ളത് ഈ ഒരു സ്റ്റാൻഡിലുള്ള കോർണറാണ്. അപ്പോൾ ഇത് ഞാൻ മെഷർമെൻറ്റ് പറഞ്ഞിട്ട് വെൽഡ് ചെയ്ത് ചെയ്യിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ചെയ്യിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ കുറച്ച് പ്ലാന്റ്സ് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അധികവും. അപ്പോൾ ഇത് നമ്മുടെ മദർ ഓഫ് ടീയേഴ്സിൻ്റെ പ്ലാന്റാണ്. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് വെയിലടിച്ചിട്ട് പ്ലാന്റ്സൊക്കെ കുറച്ചൊരു എന്താ പറയുക അതൊരു വല്ലാണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് റീപ്പോർട്ടൊക്കെ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ അപ്പോൾ നല്ല നീളത്തിൽ വളർന്നിട്ടാണുള്ളത് ഈ ഒരു പ്ലാന്റൊക്കെ. പിന്നെ വെയിലടിച്ചിട്ട് കണ്ടോ ലീവ്സിലൊക്കെ കുറച്ച് കളർ ഇങ്ങനെ മങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഒരു ഫോക്സ് ടെയിൽ ഫേണാണ്. ഇത് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നല്ല പോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇത് ഹാങ്ങിങ് പോട്ടിൽ വെച്ചാലും നല്ല ഭംഗിയാണ്. അല്ലാതെ നമുക്ക് ഇൻഡോറൊക്കെ വെക്കാൻ പറ്റുന്നൊരു നല്ല പ്ലാന്റാണ്. നല്ല ബുഷിയായിട്ട് നിൽക്കുന്നതുകൊണ്ട്
ഒരുപാട് ഇല്ലയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു ബാക്കിയുള്ള ബാൽക്കണീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ബാൽക്കണിയിലാണ് ഞാൻ കുറച്ച് അധികം പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിങ്ങനെ നിറഞ്ഞ് പൂത്തൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പിന്നെ ഈ ഒരു റെയിലിൽ ഞാനിങ്ങനെ ഒരു ബാസ്ക്കറ്റ് ടൈപ്പ് പ്ലാന്റേഴ്സിൽ ടേർട്ടിൽ വൈൻസാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 2 ടൈപ്പ് ടേർട്ടിൽ വൈൻ ഉണ്ട്. നമ്മുടെ ഗ്രീൻ കളറും ഉണ്ട്, മറ്റേ പർപ്പിൾ ഷെയ്ഡിലുള്ളതും ഉണ്ട്. പിന്നെ ഇത് എപ്പിസിയയുടെ 2 ടൈപ്പ്, പിങ്ക് ഫ്ലവറിൻ്റെതും റെഡ് ഫ്ലവറിൻ്റെതും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ ഒരു ഫ്ലവർ ചെയ്ത് അത് ഫുൾ ത്രൂ ഔട്ട് ഫ്ലവർ ചെയ്തിട്ട് ഞാനിപ്പോൾ അതെല്ലാം കട്ട് ചെയ്തിട്ട് നിർത്തിയേക്കാണ്. ഇത് നിങ്ങൾ എൻ്റെ വേറെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. എപ്പോഴും ഇങ്ങനെ നിറഞ്ഞ് ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇതിങ്ങനെ കൊഴിഞ്ഞ് വീണ് എൻ്റെ കാർപ്പറ്റ്, ആ ഗ്രീൻ കാർപ്പറ്റൊക്കെ ഇതായത് കാരണം ഞാൻ കുറച്ച് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്തിട്ട് മറ്റേ ബാൽക്കണിയിൽ കൊണ്ടുവച്ചിട്ടാണുള്ളത്. അപ്പോൾ ഫ്ലവേഴ്സ് കാരണം ശല്യം ഉണ്ടായിട്ടുള്ളൊരു പ്ലാന്റാണതെനിക്ക്. അപ്പോൾ ഇത് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂമാണ്. അപ്പോൾ ഇവിടുത്തെ ബാൽക്കണി ഒരു ചെറിയ ബാൽക്കണിയാണ്. മാത്രമല്ല ഈ ബാൽക്കണിയിലാണ് ഞാൻ നമ്മുടെ തുണി ഇടുന്നതും ഡ്രൈയിങ് സ്റ്റാൻഡ് വെക്കില്ലേ അത് വെക്കുന്നതും ബാക്കിയുള്ള നമ്മുടെ അലിക്കുലത്തെ സാധനങ്ങളൊക്കെ കൊണ്ട് വെക്കുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ ജസ്റ്റ് കുറച്ച് പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ പുതിയ പോട്ടിലോട്ടൊക്കെ നട്ട് വെക്കുമല്ലോ വെയിൽ കൊള്ളാതെ, അങ്ങനെയൊക്കെ വെക്കാനൊക്കെ ഇവിടെ കൊണ്ടുവെക്കും. അപ്പോൾ ഇതൊരു ഫിലാഡെൻഡ്രോണിൻ്റെ ഒരു പ്ലാന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബാൽക്കണി ഗാർഡൻ ടൂർ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.